കോഴിക്കോട് മുള്ളംകുന്നിൽ വീടിന്റെ മുൻവശത്തെ കതക് പൊളിച്ച് മോഷണ ശ്രമം. വീടിനകത്തുള്ളവർ ലൈറ്റ് ഓണാക്കി ബഹളം വെച്ചതോടെ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു. മുള്ളംകുന്ന് സ്വദേശി ജോസിന്റെ വീട്ടിലാണ് സംഭവം. തൊട്ടിൽപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുള്ളൻകുന്നിൽ പശുക്കടവ് റോഡിൽ ഓലിക്കൽ ജോസിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി 12:15 മോഷണ ശ്രമം ഉണ്ടായത്. വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത് അകത്തു കടക്കാനായിരുന്നു മോഷ്ടാക്കളുടെ ശ്രമം. എന്നാൽ ഡോർ തകർക്കുന്ന ശബ്ദം കേട്ട് വീട്ടിലുള്ളവർ ഉണർന്ന് ലൈറ്റുകൾ ഓണാക്കി ബഹളം വെച്ചതോടെ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. രാത്രി ഒരു 12:15 വാതിൽ ചവിട്ടി പൊളിക്കുന്ന ഒച്ച കേട്ടു. വൈഫ് എഴുന്നേറ്റ് വാതിൽ തുറന്നാണെന്ന് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ വീടിൻ്റെ ലൈറ്റെല്ലാം ഓണാക്കി ഒച്ച ഉണ്ടാക്കിയപ്പോഴത്തേക്കും വേറെ ആൾക്കാരുള്ളിലൊന്നും കയറിയിട്ടില്ല. പക്ഷേ വാതിൽ ചവിട്ടി പൊളിച്ചിട്ടുണ്ട്. ആളെ കാണാൻ പറ്റിയില്ല. പക്ഷേ റോഡിൽ കൂടെ പോകുന്ന ഒരാൾ 2 പേരെ കണ്ടു എന്ന് പറഞ്ഞു. വീടിൻ്റെ പുറകിൽ കൂടെ ഇറങ്ങി പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഒച്ച കേട്ട് ആ ഒരു ഉറക്കത്തിന് ചാടിയിട്ട് എണീറ്റപ്പോൾ ചെറുതായിട്ടൊന്ന് ഭയന്നു. പിന്നെ ലൈറ്റൊക്കെ ഓണായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഇതിലാണ് എല്ലാവരും ഒരുമിച്ച് റൂമിലായിട്ട് പിന്നെ തൊട്ടടുത്തുള്ള വീട്ടിലും ഒക്കെ വിളിച്ച് ആൾക്കാരെ വിളിച്ച് എത്തിച്ചത്. 2 പേർ പുഴയിലേക്ക് ഇറങ്ങുകയും ഒരാൾ നിർത്തിയിട്ട ബൈക്കിൽ കയറി പശുക്കടവ് ഭാഗത്തേക്ക് പോവുകയുമായിരുന്നു. രാത്രിയിൽ ഇതുവഴി കടന്നുപോയ ബൈക്ക് യാത്രികർ ഇവരെ കണ്ടതായി പറയുന്നു. തുടർന്ന് തൊട്ടിൽപ്പാലം പോലീസ് എത്തി പുഴയിലും പരിസരങ്ങളിലും പരിശോധന നടത്തിയെങ്കിലും മോഷ്ടാക്കളെ കണ്ടെത്താൻ സാധിച്ചില്ല. പോലീസ് അതിൻ്റെ പെട്രോളിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ടുള്ള നടക്കുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്നും കുറച്ചും കൂടി ഒരു അലേർട്ട് ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. പിന്നെ ഇതൊരു കളവിൻ്റെ ഒരു വിഷയം മാത്രമല്ല. ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഒരു വീടുകളിൽ സ്ത്രീകളും കുട്ടികളും മാത്രം ഒറ്റപ്പെട്ട് കഴിയുന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് വേറെ ദുരന്തത്തിലേക്കും കൂടെ പോവാം എന്ന് നമ്മൾ കാണണം. വീട് കുത്തിത്തുറക്കുന്നതിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളടങ്ങിയ ബാഗ് പുഴയിൽ നിന്ന് കണ്ടെത്തി. ബാഗ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൊട്ടിൽപ്പാലം പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. മോഷ്ടാക്കൾ ഉപേക്ഷിച്ചു എന്ന് കരുതുന്ന ആയുധങ്ങളും പ്രദേശത്തെ CCTV ക്യാമറകളും കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടക്കുക. ന്യൂസ് മലയാളം, കോഴിക്കോട്.